Hello guys, today we are making Italian spaghetti. സ്പാഗറ്റി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 7 to 8 minutes ആണ് കുക്കിംഗ് ടൈം. സ്പാഗറ്റി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി പറയുന്നത്. ഇങ്ങനെ കട്ടാവണം. ഓക്കെ, അപ്പോൾ ഇതിന് വെള്ളം സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. നമ്മൾ സ്പാഗറ്റി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ആവശ്യമാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. ഇതിൽ ഒന്നുമില്ല, പെരി പെരി പൗഡറും അതെനിക്ക് ഇറ്റാലിയൻ ഹെർബ്സും മാത്രം ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ വെക്കാം. ഇനി നമുക്ക് നല്ല ബട്ടറിലേക്ക് ഫ്രൈ ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ട് റെസ്റ്റിന് വെക്കും. അപ്പോൾ നമ്മൾ ചിക്കനാക്കിയ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി ബട്ടർ ഇടുക, നല്ല രീതിക്ക് മെൽട്ടാക്കി എടുക്കുക. നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്കാണ്. ഫസ്റ്റ് ഗാർലിക് ഇടാം. പിന്നെ അത് എനിക്ക് ചോപ്പ് ചെയ്ത ഒനിയൻ, ക്യാപ്സിക്കം റെഡ്, ക്യാപ്സിക്കം യെല്ലോ. നമുക്ക് അതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ട മാഗി ക്യൂബാണ്. നല്ലപോലെ ക്രഷ് ചെയ്തിട്ടിടാം. ഇതിൽ ഓൾറെഡി മാഗി ക്യൂബ് ഇട്ടുകൊണ്ട് തന്നെ ഉപ്പ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് മാത്രം ഉപ്പ് ആഡ് ചെയ്യേണ്ടതാണ്. കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ട്, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. ഇനി ഇതൊന്ന് കുക്കായി കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ക്രീം ആഡ് ചെയ്യാം. റെഡിയായ സ്പാഗറ്റി വെക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ ടോങ് യൂസ് ചെയ്തിട്ട് തന്നെ സ്പാഗറ്റി മിക്സ് ചെയ്യണം. ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത ഇറ്റാലിയൻ ഹെർബ്സ് വെച്ചിട്ട് സീസണിങ് ചെയ്യുക. നമ്മളെ സ്പാഗറ്റി റെഡി ആയിട്ടുണ്ട്. എന്നേരം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഗുഡ്.